പണ്ടു പണ്ടൊരു കാട്ടിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു. ഈ പുഴയിലായിരുന്നു ഒരാമ താമസിച്ചിരുന്നത്. പുഴയിലും തീരത്തുമായി ആമ കളിച്ചുല്ലസിച്ച് അവിടെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു അമ്മക്കുരുവി കൂടുണ്ടാക്കുന്നത് ആമ കണ്ടു. ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇരകളും നാരുകളും ഒക്കെ കൊണ്ട് ദിവസങ്ങളെടുത്താണ് അമ്മക്കുരുവി തന്റെ കൂട് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആമ പുഴക്കരയിലിരുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കൂടുണ്ടാക്കി കഴിഞ്ഞതും അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും തന്റെ 3 കുരുവി കുഞ്ഞുങ്ങളും ഒക്കെയായി അവർ ആ വീട്ടിൽ താമസം തുടങ്ങി. അമ്മക്കുരുവിയുമായി ആമ പെട്ടെന്ന് തന്നെ ചങ്ങാത്തത്തിലായി. ദിവസവും പുഴക്കരയിൽ അവർ സംസാരിച്ചിരിക്കുമായിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ അമ്മക്കുരുവിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാൻ ഒരു ഭംഗിയുമില്ല. മാത്രമല്ല മേൽക്കൂര ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മഴ പെയ്താൽ നനയുകയും ചെയ്യും. ഇത് കേട്ട അമ്മ കുരുവി ചിരിച്ചു. എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് നിങ്ങളെ പോലെ കോടുണ്ടാക്കുകയൊന്നും വേണ്ട. എന്റെ പുറന്തോട് തന്നെയാണ് എന്റെ വീട്. മഴ പെയ്യുമ്പോൾ ഞാൻ അതിൽ അഭയം തേടും. ഇത് കേട്ടപ്പോൾ അമ്മ കുരുവി തന്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വീട് പണിയുന്നത്. മാത്രമല്ല എന്റെ വീട് കാണാൻ വലിയ ഭംഗിയും ഇല്ലാത്തതാണ്. കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒത്തൊരുമയോടും കൂടിയാണ് താമസിക്കുന്നത്. നിന്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം തരുമായിരിക്കും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത്. അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആമ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കൂ. നീ പറഞ്ഞത് ശരിയാണ്. എല്ലാവരും ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് കഴിയുമ്പോഴാണ് ഒരു വീട് വീടാകുന്നത്. അങ്ങനെ വീടിനെ കുറിച്ചുള്ള തന്റെ ധാരണകൾ തെറ്റായിരുന്നെന്ന് മനസ്സിലാക്കിയ ആമ അത് തിരുത്തുകയും ചെയ്തു. മാത്രമല്ല അമ്മക്കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി പിന്നെയും ഒരുപാട് നാൾ കാട്ടിൽ കഴിഞ്ഞു.